അമ്പിളി ദേവികയുടെ ഒരു പുതിയ കിടിലൻ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കിടിലൻ സ്റ്റോറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗുരുദക്ഷിണ എന്ന പേര്. ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ യൂട്യൂബ് മെമ്പർഷിപ്പ് എടുക്കുന്ന കാര്യം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ആരും മറക്കാതെ തന്നെ വേഗം ചെയ്യണം കേട്ടോ. എന്നിട്ട് ദേവുവിനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ യൂട്യൂബ് മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് തന്നെ ഒരു ടെലിഗ്രാം ചാനൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നല്ല കിടിലൻ കഥകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്, അത് ഫ്രീ ആയിട്ട്. അത് മാത്രല്ല, നമ്മൾ ഇന്നിടുന്ന സ്റ്റോറീസ് ഒക്കെ ഏകദേശം ലിമിറ്റ് വെച്ചില്ലേ ഇവിടെ പറയാൻ പറ്റുള്ളൂ. അത് മുഴുവൻ കേട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫസ്റ്റ് കമന്റ് നോക്കിക്കോളൂ. നമ്മുടെ എക്സ്ക്ലൂസീവ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യൂട്ടോ, ടെലിഗ്രാം ഗ്രൂപ്പിൽ. അവിടെ നിങ്ങൾക്ക് ഈ കഥ ഫുള്ളായിട്ട് യാതൊരു മറയില്ലാതെ ആസ്വദിക്കാൻ പറ്റും. അപ്പൊ യൂട്യൂബ് മെമ്പർഷിപ്പിന്റെ കാര്യവും നമുക്ക് തരുന്ന സപ്പോർട്ടിന്റെ കാര്യം ആരും മറക്കരുത് കേട്ടോ. അപ്പൊ നേരെ കഥയിലേക്ക് പോയാലോ. ഹലോ, എന്റെ പേര് അമൃത. ഇപ്പോ 30 വയസ്സ്. കല്യാണം കഴിഞ്ഞ് 2 കൊല്ലായി. ഇതുവരെ കുട്ടികളായിട്ടില്ല. ദിവസവും വർക്കൗട്ട് മുടക്കാത്തത് കൊണ്ട് എന്റെ ശരീരത്തിന് ഇപ്പോഴും യാതൊരു ഇടവും സംഭവിച്ചിട്ടില്ല കേട്ടോ. നല്ല ഇടതൂർന്ന കറുത്ത തലമുടിയും വിടർന്ന കണ്ണുകളൊക്കെ എന്റെ മുഖത്തിന്റെ വശ്യത കൂട്ടാൻ ഉതകുന്നതായിരുന്നു. ബാക്കി സൗന്ദര്യത്തിന്റെ കാര്യം പ്രത്യേകം പറയാനുണ്ടോ? നല്ല ഒതുങ്ങിയിട്ടുള്ള പ്രകൃതാണ് എനിക്ക്. പക്ഷേ അത്യാവശ്യം വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ മാത്രം നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങക്ക് മനസ്സിലായി കാണുമല്ലോ എന്റെ ഷേപ്പ് എങ്ങനെയാന്ന്. എന്റെ ഹസ്ബൻഡ് ആര്യൻ, ഞങ്ങൾ നല്ല സ്നേഹത്തിലാ പോകുന്നത്. പുള്ളിക്ക് എന്റെ പല ഭാഗങ്ങളും വീക്ക്നെസ്സാ. അത് പിന്നെ സ്വാഭാവികമാണല്ലോ അല്ലേ. തരം കിട്ടുമ്പോഴൊക്കെ ഓരോ കുസൃതി ഒപ്പിക്കാനാണ് അവനിഷ്ടം. ഞാനൊരു കമ്പനിയിലാ വർക്ക് ചെയ്യുന്നത്. പ്രൈവറ്റ് ജോബാണ് കേട്ടോ. എനിക്കിപ്പോ ആയിട്ട് അവിടെ നൈറ്റ് ഷിഫ്റ്റാ. രാത്രി 7 മുതൽ പുലർച്ചെ 2 വരെ. ഞങ്ങൾക്ക് ആ ജോലി സ്ഥലത്തു നിന്ന് തന്നെ ക്യാബുണ്ടേ. സാധാരണ എല്ലാ ദിവസവും വേറെ വേറെ ഡ്രൈവേഴ്സാ വരുന്നേ. പക്ഷെ നൈറ്റ് ഷിഫ്റ്റിന് ഫുൾ ഒരാളായിരുന്നു. അങ്ങനെയാണ് ഞാൻ അഭിയെ പരിചയപ്പെടുന്നത്. അഭിയെ പറ്റി പറഞ്ഞാൽ ഏകദേശം 25 വയസ്സ്. ആവശ്യത്തിനുള്ള പൊക്കവും അതിനൊത്ത വണ്ണവും. നല്ല ഡസ്കി നിറം. ഒരു നിഷ്കു പയ്യൻ. ആദ്യമൊക്കെ എന്നെ നോക്കാൻ തന്നെ അവന് നാണായിരുന്നു. നാണം തന്നെയാണോന്ന് എനിക്കറിയില്ല. അവന് നാണമുള്ള പോലെയാ എനിക്ക് തോന്നിയിരുന്നത്. പിന്നെ ശരിയായി. നൈറ്റ് ഷിഫ്റ്റ് ആയ കാരണം മിക്കവാറും ഞാൻ ഒറ്റയ്ക്കായിരിക്കും വണ്ടിയിലുണ്ടാവുക. അതുകൊണ്ട് ഒരുപാട് സംസാരിക്കും ഞങ്ങൾ രണ്ടാളും. വീട്ടിലെ കാര്യങ്ങള് അവൻ ഒരുപാട് തമാശ പറയും. അതുകൊണ്ട് അധികം കൂട്ടാവാൻ സമയമെടുത്തില്ല. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഡ്രൈവിംഗ് പഠിക്കാനൊരു മോഹം എനിക്ക്. അത് ഞാൻ അവനോട് പറയുകയും ചെയ്തു. ഇവിടെ ഡ്രൈവിംഗ് സ്കൂൾ ഏതാ അഭിമോനെ നല്ലതുള്ളത്? എന്തേച്ചി, ഡ്രൈവിംഗ് പഠിക്കാനുള്ള മൂടാണോ? ആ, അങ്ങനെ ഒരു ആഗ്രഹം. ഈ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പോയി പഠിക്കണോ? പിന്നല്ലാതെ എങ്ങനെ പഠിക്കാനാടാ? ചേച്ചിക്ക് ഒക്കെ ആണെങ്കിലും ഞാൻ പഠിപ്പിക്കാം. ആണോ? പക്ഷെ നമുക്ക് രണ്ടാൾക്ക് നൈറ്റ് അല്ലേ, പിന്നെ എങ്ങനെ? അവൻ ചിരിച്ചു. അവൻ എന്നെ അമ്മു ചേച്ചി എന്നാ വിളിക്കുന്നേ. എന്റെ അമ്മു ചേച്ചി, തിരിച്ചു പോകുമ്പോ നമ്മൾ ഒറ്റയ്ക്കല്ലേ. ഈ ടൈമിൽ ട്രാഫിക്കും ഇല്ല. നമുക്ക് നല്ല സുഖമായിട്ട് പഠിക്കാലോ. എടാ മോനെ, നിനക്ക് പഠിപ്പിക്കാനൊക്കെ അറിയോ? അത് രണ്ടാളും കൂടി ഏതേലും വണ്ടിയുടെ അടിയിൽ പോവോ? ഞാനവനെ കളിയാക്കി. ഓഹോ, പുച്ഛം. വേണേലും മതി, എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ക്യാഷ് കൊടുത്ത് പഠിച്ചോ, അവൻ കെറിവിച്ചോണ്ട് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് ആലോചിച്ചപ്പോ എനിക്കിത് നല്ല ഐഡിയ ആയിട്ട് തോന്നി. അത് മാത്രല്ല, കൂട്ടുകാരൊക്കെ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ കേൾക്കാറുണ്ട്, അവിടെ പഠിപ്പിക്കുന്ന മാഷുമാര് ഒരുപാട് വഴക്ക് പറയുന്നു, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചൊക്കെ കളിയാക്കും, ഇൻസൾട്ട് ചെയ്യുന്നൊക്കെ. എനിക്കതൊക്കെ ഓർക്കാൻ തന്നെ വയ്യ. അങ്ങനെ നോക്കുമ്പോ അബിയുടെ അടുത്ത് ഞാൻ കംഫർട്ടബിൾ ആയിരിക്കും. എടാ, നീ പിണങ്ങല്ലേ മോനെ, നീ തന്നെ എന്റെ ഗുരു. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അവനും പറഞ്ഞു. എന്നാ ഗുരുദക്ഷിണ വേണട്ടോ. നിന്റെ പഠിപ്പിക്കൽ എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കട്ടെ കുട്ടാ, എന്നിട്ടാവാം ദക്ഷിണയൊക്കെ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി വീടെത്തിയതറിഞ്ഞില്ല. നാളെ തുടങ്ങാൻ ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞാണ് അന്ന് സന്തോഷത്തോടെ പോകുന്നത്. അടുത്ത ദിവസം തന്നെ അവൻ ഡ്രൈവിംഗ് പഠനം തുടങ്ങി. ആളൊഴിഞ്ഞ റോഡെത്തിയപ്പോ ഞങ്ങൾ സീറ്റ് മാറിയിരുന്നു. ഞാൻ ഡ്രൈവിംഗ് സീറ്റിലും, അവൻ തൊട്ടടുത്തും. എന്റെ പേടിയും പരിചയക്കുറവും കാരണം ഞാൻ ചെയ്തത് എല്ലാം അബദ്ധമായിരുന്നു. എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് ആക്സിഡന്റ് ഒഴിവായി. എങ്ങനെയോ വണ്ടി നിർത്തി.
എനിക്ക് പിന്നെ നല്ല പേടിയായിരുന്നു കേട്ടോ. വണ്ടി എടുക്കാൻ ആകെ ടെൻഷൻ. ചേച്ചി ടെൻഷനൊന്നും വേണ്ട, എല്ലാരും ഇങ്ങനെ തന്നെ ആദ്യം തുടക്കത്തിലൊക്കെ ഉണ്ടാവുന്നേ. ഞാനൊന്നും മിണ്ടാതെ അവനെ നോക്കിയിരുന്നു. നമുക്കൊന്നുകൂടി നോക്കിയാലോ, അവൻ ചോദിച്ചു. പക്ഷെ എന്റെ പേടി മാറിയില്ല. റിലാക്സ് ആവാൻ ഞാൻ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. വേണ്ടടാ, ഇന്നിനി നടക്കുന്നു തോന്നുന്നില്ല, നമുക്ക് നാളെ നോക്കാം. അന്നത്തെ പഠനം അവിടെ അവസാനിച്ചു. പിറ്റേ ദിവസം എന്നേക്കാൾ ഉഷാർ അവനായിരുന്നു. ചേച്ചിയുടെ അടുത്തൊരു ഗ്രൗണ്ടുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. വേറെ വണ്ടി വരുമെന്ന് ടെൻഷനും അടിക്കണ്ട, ഇഷ്ടമുള്ള പോലെ ഓടിക്കാൻ സ്ഥലമുണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് വിട്ടു. ഒരു വിജനമായ സ്ഥലം, ആളോ അനക്കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. അവിടെ എത്തിയപ്പോഴേക്കും പഴയതുപോലെ ഞങ്ങളങ്ങ് സീറ്റ് മാറിയിരുന്നു. അവൻ വളരെ സമയമെടുത്ത് എല്ലാം വിശദമായി പറഞ്ഞു തന്നു. എനിക്കുണ്ടോ മനസ്സിലാവുന്നു? ബ്രേക്കിന് പകരം ആക്സിലറേറ്റർ, ആക്സിലറേറ്ററിന് പകരം ബ്രേക്ക്, മാറി മാറി ചവിട്ടി. അന്നും ഇങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടു. പക്ഷെ ഒരുപാട് പേടിച്ചത് മിച്ചം. എനിക്ക് സങ്കടമായിട്ടോ, അറിയാതെ തന്നെ കരഞ്ഞുപോയി ഞാൻ. ഡ്രൈവിംഗ് എനിക്ക് വഴങ്ങില്ല എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ തീർച്ചപ്പെടുത്തി. അവനെ ആശ്വസിപ്പിക്കാൻ നോക്കി ഒരുപാടെങ്കിലും, പക്ഷെ പറ്റണ്ടേ. കുറെ സമയം കൊണ്ട് ഞാൻ ഓക്കെ ആയെങ്കിലും അവൻ പറഞ്ഞു, ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ, ചേച്ചിക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ട്രൈ ചെയ്യാം. ഞാൻ ചേച്ചിയുടെ പിന്നിലിരിക്കാം, ചേച്ചി എന്റെ മുന്നിലിരുന്നോ. എന്തേലും മിസ്റ്റേക്ക് വന്നാൽ എനിക്കപ്പോ കൺട്രോൾ ചെയ്യാൻ പറ്റുമല്ലോ. എനിക്കപ്പോ ആദ്യം അസ്വസ്ഥത തോന്നി. അഭി, അത് നമ്മൾ രണ്ടാളും കൂടി ഒരു സീറ്റിലിരുന്നാല് എങ്ങനെ ശരിയാവാനാടാ? നമുക്കിരിക്കാൻ സ്പേസ് ഉണ്ടാവോ? പിന്നില്ലേ, ചേച്ചിക്ക് എന്നെ വിശ്വാസമില്ലേ? നല്ല കുട്ടിയായിട്ട് ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കാം. വിശ്വാസമൊക്കെ ഉണ്ട്, എന്നാലും എന്റെ പേടിയുടെ കാരണം അവന് മനസ്സിലായി. ആരെങ്കിലും കണ്ടാലോ എന്തേലും വിചാരിക്കുമെന്നൊക്കെ ഓർത്താന്ന് അവന് ബോധ്യപ്പെട്ടു. എന്റെ ചേച്ചി ഒരെന്നാലും ഇല്ല. 10 മണിയായി കഴിഞ്ഞാൽ ഇവിടെ ഒരു മനുഷ്യന് വരില്ലാന്നേ. നേരം വെളുത്തിട്ട് ഒരു 10 മണി 11 മണി ആവാതെ ഇങ്ങോട്ടേക്ക് രാവിലെ ആരെയും പേടിക്കുകയും വേണ്ട. പിന്നെ നമുക്കെന്താ, ഒരു 10-15 മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ. ചേച്ചിയുടെ പേടിയങ്ങ് മാറിയാലും ഞാൻ സൈഡിലിരിക്കാം, എന്നിട്ട് സൈഡിലിരുന്ന് പറഞ്ഞു തരാം. ഓക്കെ അല്ലേ? ഞാൻ ഓക്കെ അടിച്ചു. അടുത്ത ദിവസം എന്നാ അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതി അവനെന്നെ അന്ന് വീട്ടിൽ കൊണ്ടുപോയി ഇറക്കി. നാളെ കാണാട്ടോ എന്ന് പറഞ്ഞു. അന്നാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പറൊക്കെ കൈമാറുന്നത്. വാട്സപ്പിൽ അന്ന് അവൻ്റെ ഒരു ഹായും വന്നിരുന്നു എനിക്ക്. എന്തോ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഡ്രൈവിംഗ് പഠിക്കാൻ തുടങ്ങിയത് കൊണ്ടാവും ചിലപ്പോ അഭിയായിട്ട് വളരെയധികം അടുത്തതുപോലെ തോന്നി എനിക്ക്. അവൻ്റെ അടുത്ത് ഞാൻ നല്ല ഓക്കെയാ, നല്ല സ്നേഹമുള്ള പയ്യൻ. ഞാൻ എപ്പോഴും അവനെ പറ്റി ഇങ്ങനെ മനസ്സിലോർത്തിരിക്കും. അങ്ങനെ ഞങ്ങളുടെ പ്ലാൻ പോലെ ആദ്യത്തെ ദിവസം അവൻ എന്നെ മുൻവശത്തും അവൻ എൻ്റെ പിന്നിലും ഇരുന്ന് ഒന്ന് ഡ്രൈവിംഗ് പരിശീലനം തുടങ്ങി. ആര് പുറത്തു നോക്കിയാലും ഇപ്പൊ ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചൊരു സീറ്റിലിരിക്കുന്നത് കാണാൻ പറ്റും കേട്ടോ. പക്ഷെ ഇരുട്ടായതുകൊണ്ട് ഞങ്ങൾക്കത്ര പേടി തോന്നിയില്ല. ഏതായാലും അവൻ പിന്നിലുണ്ടെന്നുള്ള ധൈര്യത്തില് ഞാൻ അല്പദൂരം വണ്ടി ഓടിച്ചു. വലിയ കുഴപ്പമില്ലാതെ പോയപ്പോ എനിക്ക് സന്തോഷമായി. പതിയെ പതിയെ എനിക്ക് ധൈര്യം വന്നു. പറഞ്ഞ പോലെ തന്നെ അവൻ വളരെ പ്രൊഫഷണലായിട്ടാ ആ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്തേ. പക്ഷെ എന്റെ കാര്യം അങ്ങനെ ആയിരുന്നില്ല. ഭർത്താവല്ലാതെ ആദ്യമായിട്ടാ ഒരു അന്യപുരുഷന്റെ അടുത്ത് ഇത്രയും അടുത്തൊക്കെ ഇരിക്കുന്നേ. ആ സ്പർശനം കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് എന്തൊക്കെ അസ്വസ്ഥതകൾ. കുറെ കഴിഞ്ഞപ്പോൾ അവൻ എന്നെയൊന്നും ചെയ്യുന്നില്ലല്ലോ, ഒന്നും നോക്കുന്നില്ലല്ലോ എന്ന് പോലുമുള്ള ചിന്ത എന്നെ അലട്ടി തുടങ്ങി. കാര്യം എന്തൊക്കെ പറഞ്ഞാലും അവനോട് എനിക്കങ്ങോട്ട് എന്തൊക്കെയോ തോന്നി തുടങ്ങി എന്നുള്ളതാണ് കാര്യം കേട്ടോ. അവന് പക്ഷേ അത് ശ്രദ്ധിക്കാൻ എവിടെ നേരം. അവൻ എന്നെ നോക്കാതെ ഡ്രൈവിങ്ങിലും എന്നെ പഠിപ്പിക്കുന്നതിലും മാത്രമായിരുന്നു ശ്രദ്ധ. അതിൻ്റെയൊക്കെ പ്രധാന കാരണമുണ്ട്. അതിൽ ഒരാൾ എൻ്റെ കെട്ടിയവനാണ്. ജോലി തിരക്കെന്ന് പറഞ്ഞിട്ട് ഏകദേശം 4 മാസമായി ഞങ്ങൾ രണ്ടാളും കുറച്ച് സമയം അടുത്തിരുന്നിട്ട് തന്നെ. എനിക്ക് നൈറ്റ് ഷിഫ്റ്റും പുള്ളിക്ക് ഡേ ഷിഫ്റ്റും. അതുമിപ്പോ വർക്ക് ഒരുപാടുള്ള സമയം. ഞങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ് കൊണ്ടാവും ഹബിയുടെ അടുത്തിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഫീലിങ്സ് ഒക്കെ തോന്നി തുടങ്ങി. എന്നിട്ടും എന്നോട് വേണ്ടാത്ത രീതിയിലൊന്നും പെരുമാറാത്ത കൊണ്ട് അവനെ ഓർത്ത് എനിക്ക് അഭിമാനം തോന്നി.
ഇനി അത് മാത്രാണോ, ഇവനിനി സ്ത്രീകളോട് താല്പര്യമില്ലേ എന്ന് പോലും എനിക്ക് സംശയമായി തുടങ്ങി. ഇത്രയും അടിപൊളിയായ ഒരു സുന്ദരി ചേച്ചിയെ ഇത്രയും അടുത്ത് ഇങ്ങനെ ഇരുട്ടിലുള്ള സാഹചര്യത്തിൽ കിട്ടിയിട്ടും അവൻ ഒന്നും ചെയ്യുന്നില്ല. ഏതൊരാണിനെയും വളയ്ക്കാൻ പറ്റുമെന്നുള്ള എന്റെ അഹങ്കാരത്തിന് കിട്ടിയ ഒരു അടി പോലെയാ അതെനിക്ക് ഫീൽ ചെയ്തേ. എനിക്ക് കടുത്ത നിരാശ തോന്നി. അടുത്ത ദിവസം ഒരു പണി ഒപ്പിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അവനെ ഒന്ന് ഇളക്കാൻ വേണ്ടി ഒരു സ്ലീവ്ലെസ് ടോപ്പായിട്ടിരുന്നേ. അത്യാവശ്യം നല്ല രീതിയിൽ റിവീലിംഗ് ആയിരുന്നു എല്ലാം. അവനൊക്കെ കണ്ടോട്ടെ, ഇനിയിപ്പോ കണ്ടാൽ തന്നെ അവന്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്നറിയാൻ എനിക്ക് വല്ലാത്ത ആകാംക്ഷയായിരുന്നു. അന്ന് ജോലി സ്ഥലത്ത് ഞാനൊരു ജാക്കറ്റും ഇട്ടായിരുന്നത്. അബിയെ കണ്ടപ്പോഴേക്കും സംസാരിക്കാൻ തുടങ്ങി. അതിനിടയിൽ ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരേ സീറ്റിലേക്ക് ഇരിക്കും മുന്നേ ആ ജാക്കറ്റ് ഞാനങ്ങ് മാറ്റി. ചെക്കൻ എന്നെ നോക്കി കണ്ണും മിഴിച്ചിരിക്കുക. അവനെ കണ്ട് എനിക്ക് ചിരിയാ വന്നേ. എന്താടാ, ആദ്യമായിട്ട് കാണുന്ന പോലെ? അവനെ സ്വപ്നലോകത്തുനിന്ന് താഴെ ഇറക്കി ഞാൻ ചോദിച്ചു. അത് ചേച്ചിയെ ഇങ്ങനെ കണ്ടപ്പോ നോക്കിപ്പോയതാ. ആൾ എന്തൊക്കെയോ പറഞ്ഞു ഒപ്പിച്ചു. എങ്ങനെ കണ്ടപ്പോ? അത് സ്ലീവ്ലെസ്സിൽ കണ്ടപ്പോ. അവനിപ്പോ ചെറിയ നാണമൊക്കെ വരുന്നുണ്ട്. കൊള്ളാമോ? അവന്റെ മനസ്സിലിരിപ്പ് അറിയാൻ ഞാൻ ചോദിച്ചു. പിന്നെ എന്ത് ചോദ്യവാ? അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയോ? ആ ചേച്ചി നല്ല സുന്ദരിയായിട്ടുണ്ട്. ഓ താങ്ക് യു. എന്നാ തുടങ്ങിയാലോ? ഞങ്ങൾ അങ്ങനെ ഡ്രൈവിംഗ് തുടങ്ങി. പക്ഷെ ഇത്തവണ അവന്റെ കയ്യിൽ നിന്ന് പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവന്റെ ശ്വാസഗതി തന്നെ മാറുന്നുണ്ട്. എനിക്ക് എന്റെ സൗന്ദര്യോർത്ത് അഭിമാനം തോന്നി. അങ്ങനെ ഈ ചെക്കൻ്റെ മനസ്സിലാക്കാൻ പറ്റിയല്ലോ എന്നോർത്ത് ചിരിയും വന്നു. അന്നത്തെ ഡ്രൈവിംഗ് പഠനം കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് അവനൊരു മെസ്സേജ് അയക്കുക. ചേച്ചി, ഞാൻ വരുന്നില്ല കേട്ടോ, ഇന്ന് തൊട്ട് വേറെ ആളാ വരുന്നത്. എനിക്ക് എന്തോ പോലെയായി. എന്റെ വിഷമം പറഞ്ഞറിയിക്കാൻ പറ്റണ്ടേ? എന്ത് പറ്റിയിടാ? നീ എന്താ പറയാത്തെ? എന്ത് പറ്റി? അവനപ്പോഴേക്കും എന്നോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ചേച്ചി, ഇന്നലത്തെ പോലെയൊക്കെ അത്ര അടുത്തൊക്കെ ഇരുന്നാൽ, അല്ലെങ്കിൽ ചേച്ചി അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടാല് എന്റെ കയ്യിൽ നിന്ന് പോവും ചേച്ചി. എനിക്ക് കൺട്രോൾ പോവും. അങ്ങനെയൊന്നും സംഭവിച്ചുകൂടാ. അതൊക്കെ മോശമാണ്. ചേച്ചിയോട് അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല ഞാൻ. അതുകൊണ്ടാ. സത്യത്തിൽ എനിക്ക് അവനോട് വല്ലാത്ത സ്നേഹം തോന്നിപ്പോയി. ആ പയ്യൻ അവനെന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. എത്ര നന്നായിട്ടാ അവൻ ധൈര്യത്തോടെ എല്ലാം തുറന്നു പറയുന്നത്. ഞാനവനെ ആശ്വസിപ്പിച്ചു. അതൊന്നും സാരമില്ല കേട്ടോ, ഒക്കെ നമുക്ക് ശരിയാക്കാം. ഇന്ന് വൈകിട്ട് നിന്നെ നോക്കി ഞാൻ നിൽക്കും. എന്തായാലും നീ വരണം. അങ്ങനെ എന്റെ നിർബന്ധത്തിൽ വരാമെന്നവൻ സമ്മതിച്ചു. വൈകിട്ട് ഞാൻ ഇറങ്ങുമ്പോഴേക്കും എന്നെയും കാത്തവൻ നിൽക്കുന്നുണ്ടായിരുന്നു. വൈകിട്ടെന്നല്ല, പുലർച്ചെ എന്ന് വേണം പറയാൻ. സമയം 2:30 ആയിട്ടുണ്ട്. അവൻ എന്നെ നോക്കി അവിടെ നിൽക്കുമ്പോഴേക്കും ഞാനും വന്നു. എന്തു പറ്റി? മൈൻഡൊക്കെ ഓക്കെ ആയോ? ഓക്കെ ആയി. ഞങ്ങളങ്ങനെ ഡ്രൈവിംഗ് പഠിക്കാവുന്ന കാര്യത്തെപ്പറ്റി സംസാരിച്ചപ്പോ, ചേച്ചി ഞാൻ ഇന്ന് അപ്പുറത്തെ സീറ്റിലിരുന്നോളാം, നേരത്തെ ഇരിക്കുന്നത് പോലെ ഒന്നിച്ചൊരു സീറ്റിലിരിക്കണ്ട. അതെന്താടാ? എനിക്ക് അത്രയും ധൈര്യം ഇല്ല ചേച്ചി. സാധാരണ പോലെ മതി. ചേച്ചി, ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ. എനിക്ക് അവന്റെ ആ പരിങ്ങല് കണ്ടപ്പോ പാവം തോന്നിപ്പോയി. പാവം ചെക്കൻ. എടാ, നീ ഒന്നും പറയണ്ട. സാധാരണ എങ്ങനെയാണോ അതുപോലെ മതി. പുതിയ മാറ്റങ്ങളൊന്നും വേണ്ടാട്ടോ. ചേച്ചിക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇങ്ങനത്തെ ലുക്കിലൊക്കെ എന്റെ കൂടെ വന്നിരുന്നാ ഞാൻ എന്തേലൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൂടെ കേട്ടപ്പോഴേക്കും എന്റെ മനസ്സിൽ എന്തൊക്കെയോ വികാരം. അവൻ ഞാൻ വരച്ച വരയിലൂടെ വന്നോ എന്നുള്ള തോന്നൽ. ഏതായാലും ആ 25 വയസ്സുള്ള പിഞ്ച് പയ്യന്റെ മനസ്സ് ഞാൻ ഇളക്കി എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. ഓഹോ, നീ എന്ത് ചെയ്യുന്ന പറയുന്നേ? എന്നാ അങ്ങ് ചെയ്യടാ. നിനക്കതിനുള്ള ധൈര്യം ഉണ്ടോന്ന് ഞാൻ നോക്കട്ടെ. ഇതും പറഞ്ഞ് ഞാൻ സാധാരണ എങ്ങനെയാണ് ഇരിക്കുന്നേ അതുപോലെ അവനെ പിടിച്ച് സീറ്റിലിരുത്തി നടുക്ക് ഭാഗത്തായി ഞാനും ഇരുന്നു. പിന്നീട് പറയാനുണ്ടോ, ചെക്കൻ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ വണ്ടി മാത്രല്ല എന്നെ ഓടിച്ചു എന്ന് വേണം പറയാൻ. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു സൈഡിലേക്ക് മാത്രം പറ്റില്ലല്ലോ. ഞാനും ചില്ലറക്കാരിയല്ലാന്ന്
അവനെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്റെയും കൂടെ ആവശ്യമല്ലേ? അങ്ങനെ തരം കിട്ടുമ്പോഴൊക്കെ അവൻ വണ്ടി ഓടിക്കുന്ന കൂട്ടത്തിൽ വണ്ടിയുടെ ഓരോ സ്വിച്ചും ഇപ്പോ സത്യം പറഞ്ഞാൽ ഞാനായിട്ട് മാറുകയായിരുന്നു. തക്കം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ രണ്ടുപേരും രാത്രി ആ ആളൊഴിഞ്ഞ പറമ്പിലേക്ക് പോകും. അവന് ഡ്രൈവിംഗ് പഠനം തകൃതിയായിട്ട് നടക്കുമ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ അവന് ഞാനും പഠിപ്പിച്ചു. ചെക്കനെല്ലാം പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവൻ ഇക്കാര്യത്തിലൊരു മിടുക്കനായിരുന്നു. എങ്കിലും എൻ്റെ ഒരു മേൽനോട്ടത്തിൽ അവനൊന്നും കൂടി ഉഷാറായി. അങ്ങനെ ഇരിക്കെ ഈ പറമ്പിലും കാറിലുമായി എത്ര നാളാ. എന്റെ ഭർത്താവ് ആര്യൻ ഒരു ദിവസം മീറ്റിങ്ങിന് പോകുന്നു എന്ന് പറഞ്ഞപ്പോ സത്യത്തിൽ എനിക്ക് മനസ്സിൽ ലഡ്ഡു പൊട്ടി. അന്ന് രാത്രി ഡ്രൈവിംഗ് പഠനം എന്റെ ഫ്ലാറ്റിലേക്ക് മാറ്റി. പിന്നെ പറയാനുണ്ടോ, ചെക്കനിപ്പോ തക്കം കിട്ടുമ്പോഴൊക്കെ വരും. ഡ്രൈവിംഗ് പഠിപ്പിക്കാനല്ലെന്ന് മാത്രം. ഇപ്പൊ അവന്റെ സ്ഥിരം വണ്ടി ഞാനായി മാറി. എനിക്കറിയാവുന്നതൊക്കെ അവനെ ഞാനും പഠിപ്പിക്കും. നമ്മുടെ കഥ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അഭി എന്ന സുന്ദരക്കുട്ടന്റെയും അമൃത എന്ന ഈ സുന്ദരി നന്നായി ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കിടിലം പെണ്ണിന്റെയും ഈ കഥ കേട്ടാൽ പിന്നെ ആർക്കാ ഇഷ്ടപ്പെടാത്തതല്ലേ? അത് പ്രത്യേകം ചോദിക്കാനുണ്ടോ? നമ്മുടെ ആദ്യത്തെ കമന്റ് ഒന്ന് ചെക്ക് ചെയ്തോ. നിങ്ങൾക്ക് ഇവരുടെ ഈ കഥ നല്ല വിശദമായിട്ട് തന്നെ കേൾക്കാൻ പറ്റൂട്ടോ. അപ്പോ അടുത്ത ദിവസം നല്ല കിടിലം കഥയായിട്ട് ദേവു വീണ്ടും വരാം. ബൈ ബൈ ഡിയേഴ്സ്.